വേദയിൽ നിന്നും മകള് ഉണ്ട് എന്ന സത്യം തിരിച്ചറിഞ്ഞ് വിക്രം അങ്ങനെ പ്രിയ പ്രേക്ഷകരെ 6 വർഷം വിക്രത്തിൻ്റെ ജയിൽവാസം നമുക്ക് കാണാനായിട്ട് കഴിയും. വേദ ആ 6 വർഷക്കാലം തൻ്റെ കുഞ്ഞിനെ ജീവിപ്പിക്കുന്ന ജീവിതവും ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ വിക്രത്തെ കോടതിയിൽ നിന്നും നേരെ 5 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. വേദയാണെങ്കിൽ ആദ്യം തന്നെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ ചെന്ന് ഗീവർഗീസ് ചേട്ടനോടും മേരി ചേച്ചിയോടും അച്ഛനോടും എല്ലാവരോടും നന്ദി പറഞ്ഞതിന് ശേഷം തൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് അവരോടെല്ലാം പറഞ്ഞുകൊണ്ട് വേദ ഇടുക്കിയിലെ ജീവിതം അവസാനിപ്പിക്കുകയും വേറൊരിടത്തേക്ക് യാത്ര തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 ദിവസമൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നത് കാണാനായിട്ട് കഴിയും. ഒടുവിൽ വിക്രത്തിൻ്റെ ശിക്ഷയിൽ, അതായത് വിധി വരുന്നൊരു കാഴ്ച കാണാം. 6 വർഷത്തേക്ക് വിക്രത്തെ ശിക്ഷിക്കുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് വിക്രത്തിനും വേദയ്ക്കും കൂടാതെ അവരുടെ വീട്ടുകാർക്കും നൽകുന്ന വലിയ ദണ്ഡനയാണ്, വലിയ കടുത്ത ശിക്ഷയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. വിക്രവും വേദയും എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും 2 വഴിക്ക് പോവുകയാണല്ലോ. വേദയ്ക്കാണെങ്കിൽ ഈ സാഹചര്യത്തിൽ വിക്രം വേണമെന്നുണ്ട്, വിക്രത്തിനാണെങ്കിൽ വേദയുടെ കൂടെ ഒന്ന് നിൽക്കണമെന്നുണ്ട്. തങ്ങളുടെ സന്തോഷമായ പ്രണയ ജീവിതത്തിന് തുടക്കം കുറിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേദയൊത്ത് ജീവിക്കണമെന്നുണ്ട്. പക്ഷേ അതിനൊന്നും കഴിയാത്ത അത്ര രീതിയിലേക്കാണ് കഥ തുടങ്ങുന്നതും കൊണ്ടെത്തിക്കുന്നതും. ഒടുവിൽ വിക്രം 6 വർഷം ശിക്ഷയ്ക്ക് വിധേയനാകുമ്പോൾ വേദ തൻ്റെ കുഞ്ഞിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും നേടിക്കൊടുക്കുകയും സ്വയം കഷ്ടപ്പെട്ട് പോറ്റി കുഞ്ഞിനെ വലുതാക്കുകയും ചെയ്യുന്നൊരു കാഴ്ച, ആരുടെയും തണലില്ലാതെ. അതായത് വേദയെ സഹായിക്കാനായിട്ട് ആ കൂട്ടുകാരി മാത്രമേ ഉള്ളൂ എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെ വേദയ്ക്ക് എന്തൊരു ആപത്തുണ്ടെങ്കിലും ആ കൂട്ടുകാരി നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് എന്ന് കാണാനും സാധിക്കും. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ വിക്രം വേദ എവിടെയാണെന്നറിയാതെ, എങ്ങനെയാണ് അവളുടെ ജീവിത സാഹചര്യം എന്നറിയാതെ ആകെ കൂടി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് വിക്രം എത്തിച്ചേരുന്നു. വിക്രത്തിനാണെങ്കിൽ എങ്ങനെയെങ്കിലും വേദയെ കണ്ടെത്തണം, വേദയെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വിക്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്, പറയുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. പക്ഷേ അവർക്കാർക്കും അത് കേൾക്കാനായിട്ട് താല്പര്യമില്ല. അതായത് അവരന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്വേഷിക്കാൻ തന്നെ പറയുന്നു, പക്ഷേ അവർ വിക്രത്തോട് മറിച്ചൊന്നും പറയുന്നില്ല എന്ന് കാണാം. അത് വേറൊന്നും കൊണ്ടുമല്ല, എന്ത് പറഞ്ഞാലും അത് വിക്രത്തിനെ വേദനിപ്പിക്കും. ഈ അവസ്ഥയിൽ വിക്രം ഒരുപാട് അനുഭവിക്കേണ്ടി വരും, ഒരുപാട് തകർന്നു പോകുമെന്ന് വിചാരിച്ചാണ് പറയാത്തത്. അങ്ങനെ അതാ 6 വർഷക്കാലം പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നു. അങ്ങനെ വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ വേദയെക്കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ അവർക്ക് വലിയ തെളിവുകളോ വലിയ ഇൻഫർമേഷനോ വേദ എവിടേക്കാണ് പോയതെന്നോ ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ വിക്രത്തിനത് വല്ലാത്ത വിഷമോ കാര്യങ്ങളോ ആവുന്നുണ്ട്. വിക്രവും അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ വിക്രത്തെ അന്വേഷിച്ച് ഭാര്യയായ വേദ തൻ്റെ മകളുമായിട്ട് വന്നെത്തുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. വേദയെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതും വിക്രം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും കയ്യിലൊരു കുഞ്ഞിരിക്കുന്നത് കണ്ട് വിക്രം സംശയിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതാരുടെ കുഞ്ഞാണ് എന്ന് വിക്രം ചിന്തിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ഒടുവിൽ വേദ വിക്രത്തോട് സത്യം വെളിപ്പെടുത്തുന്നു. നമ്മൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം വിക്രത്തെ അറിയിക്കുന്നതും വിക്രം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതും കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ,
അപ്പോൾ